ഗാഡ് ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം വഴിയാക്കിയതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മാറാത്ത ദയയും കരുതലും കൃപയും നമ്മുടെ ജീവിതത്തിന് ഓരോ നാളും നമ്മളെ നിർത്തുന്നത് കർത്താവ്. കർത്താവിന്റെ പ്രവൃത്തിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളിലും നമ്മളോട് ചേർന്ന് നിന്ന കർത്താവ് ചെയ്യുന്നു. ഹല്ലേലൂയ. ജീവന് ഭക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മളെ നൽകിക്കഴിഞ്ഞു എന്നതുകൊണ്ട് ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെ, അപ്പം ജീവനുള്ളതെല്ലാം ജീവൻ തന്നു. യെസ്, ജീവൻ തന്നു, ഭക്തി തന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ളതെല്ലാം കർത്താവ് തന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഭാഗത്ത് കർത്താവ് ചെയ്യേണ്ടത് ചെയ്ത് ഇനി നമ്മൾ അതിനെ ഉപയോഗിക്കുക, അതിനെ ഫലകരമാക്കുക, അതിനെ അനുഗ്രഹപ്രദമാക്കുക. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ നമ്മുടെ കർത്താവിന്റെ വചനം, ദൈവവചനത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഇസഹാക്കിന്റെ ജീവിതകാലത്ത് ഒരു വലിയ ക്ഷാമം ഉണ്ടായി. അത് നമുക്ക് അവിടെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്ന അബ്രഹാമിന്റെ കാലത്തുണ്ടായതുപോലെ ഒരു വലിയ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തുണ്ടായി. ആ കാലത്ത് വലിയ ക്ഷാമം ഉണ്ടായപ്പോ അവൻ ഗെരാറിലേക്ക് പോയി. പക്ഷെ കർത്താവ് അവനോട് സംസാരിക്കുന്ന 2-ാം വാക്യത്തിൽ കർത്താവ് യാക്കോബിനോട് ഇസഹാക്കിനോട് സംസാരിക്കുന്ന എങ്ങനെയാണ്, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ ആയിരിക്കും ദേശത്ത് നിന്നെ പാർക്കാം. കർത്താവ് ഇസഹാക്കിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിനക്കും നിന്റെ തലമുറകൾക്കും നീ നിൽക്കുന്ന ദേശത്തെ, നീ ആയിരിക്കുന്ന ദേശത്തെ നിനക്ക് തരും, അവകാശമാക്കി തരും. ഇത് ദൈവം ഇസഹാക്കിനോട് പറഞ്ഞ പ്രോമിസാണ്. അവിടെ നമുക്കറിയാം ഒരു ക്ഷാമം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ, ക്ഷാമകാലത്ത് മനുഷ്യന് വേണ്ടത് എന്താ? ക്ഷാമമുള്ള കാലത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഭക്ഷണമാണ്. വിശക്കുന്ന ആൾക്ക് ഭക്ഷണം, ദാഹിക്കുന്നവർക്ക് വെള്ളം, ശരീരത്തിന് ക്ഷീണമുള്ളവർക്ക് റെസ്റ്റ്, അതാ വേണ്ടത്. അപ്പൊ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 26-ന്റെ 1 പറയുന്നത് അബ്രഹാമിന്റെ കാലത്ത് ഉണ്ടായതുകൊണ്ട് ഒരു ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമകാലത്ത് ഇസഹാക്കിന് വേണ്ടത് ഭക്ഷണമാണ്, പണമാണ്. പക്ഷെ ദൈവം അവിടെ 2-ാം വാക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തത്, ദൈവം അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ക്ഷാമകാലത്ത് ദൈവം അവന് ക്ഷാമമുള്ള സിറ്റുവേഷനിൽ ക്ഷാമത്തെ പോക്കാനുള്ള റെമഡീസ്, മെറ്റീരിയൽ തിങ്സ് അല്ല കൈ കൊടുത്തത്, പകരമായി വചനം കൈ കൊടുത്തു. വചനം. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന സാഹചര്യം എന്തുവാണ്, ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവം നമ്മളെ നിർത്തുന്നത് വചനത്താൽ. നമ്മുടെ അസറ്റ് വചനമാണ്, നമ്മുടെ ആസ്തി വചനമാണ്, നമ്മുടെ നിലനിൽപ്പ് വചനമാണ്. ദൈവം വചനമാണ് എന്തിനേക്കാളും ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു വ്യക്തി എത്രത്തോളം ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പൊ ആ വ്യക്തിയുടെ അനുഗ്രഹത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ കർത്താവിന്റെ അടുക്കൽ പരീക്ഷകൻ വന്നപ്പോ പരീക്ഷകൻ പറഞ്ഞ കാര്യം ഈ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ. കർത്താവിന്റെ മറുപടി എന്തായിരുന്നു വെച്ചാൽ, കർത്താവ് അതിന് മറുപടിയായിട്ട് അവനോട് പറഞ്ഞ കാര്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് നാം കാണുകയും കേൾക്കുകയും ചെയ്ത വസ്തുവകകളല്ല, വചനമാണ്. അതായത് വചനമാണ് നമ്മളകത്ത് ഹോപ്പ് തരുന്നത്, പ്രത്യാശ തരുന്നത്, ഉറപ്പ് തരുന്നത്. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം വചനം ഇൻബിൽട്ടഡ് ആകുന്നു, വചനം എത്രത്തോളം ആഴത്തിൽ പതിയപ്പെടുന്നു, വേറുറയ്ക്കപ്പെടുന്നു, അത്രത്തോളം നമ്മൾ സാഹചര്യങ്ങളെ കുറിച്ച് വറീഡ് ആയിരിക്കത്തില്ല, ഭാരപ്പെടുന്നതായിരിക്കത്തില്ല. നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ട്, എന്റെ ദൈവം വിശ്വസന, എന്റെ കാര്യങ്ങളെ അവൻ നോക്കിക്കൊള്ളും, എന്റെ ആവശ്യങ്ങളെ അവൻ നോക്കിക്കൊള്ളും. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഈ ബോധ്യം എന്റെ അകത്ത് വാഴാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ നമുക്ക് വളരെ വളരെ അടുത്ത് നമുക്ക് ഇസഹാക്കിന്റെ ജീവിത അനുഭവത്തെ കാണുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, നീ ഇവിടെ തന്നെ പാർക്കാം. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവ് വചനം കൊടുക്കുക, ക്ഷാമകാലത്ത് വചനം കൊടുക്കുക. കർത്താവ് പരീക്ഷ സമയത്ത് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. വചനം. അതെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥകളിലും, ആമേൻ, ഹല്ലേലൂയ, സൗഖ്യം വേണ്ടപ്പോ ദൈവവചനം സൗഖ്യമായി വെളിപ്പെടും. ഹല്ലേലൂയ. സമൃദ്ധി വേണ്ടപ്പോ ദൈവവചനം സമൃദ്ധിയായി വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടോ അതായി തീരാനായിട്ട് വചനത്തിന് പവർ ഉണ്ട്. വചനം ജഡം ധരിച്ചു,
വചനം ജഡം ധരിച്ചു, വചനം സ്വസ്ഥതയായി. അത് നമുക്കറിയാം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4:1 പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, നമുക്കൊരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ ആമേൻ അത് പ്രാപിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. 2-ാം വാക്യം പറഞ്ഞ്, അവർ നമ്മെ പോലെ സദ്വർത്തമാനം കേട്ടവരെങ്കിലും അത് വിശ്വാസമായി പരിണമിക്കാകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. 3-ാം വാക്യം പറഞ്ഞ്, വിശ്വസിച്ചവരെ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? അതായത് ഹല്ലേലൂയ, സ്വസ്ഥത വേണ്ട ജനത്തിന് സ്വസ്ഥത എവിടുന്ന? വചനത്തിൽ നിന്നാണ്. അപ്പൊ ദൈവവചനം, ഒരാൾ എത്രത്തോളം ദൈവവചനത്തെ സ്വീകരിക്കുന്നു, ദൈവവചനത്തെ ധ്യാനിക്കുന്നു, അത്രത്തോളം ആ വ്യക്തിയുടെ രൂപാന്തരം അസാധാരണമായ നിലയിൽ സംഭവിച്ചിരിക്കും. അതിനൊരു മാറ്റമില്ല. ആ വചനം നമ്മുടെ അകത്ത് കൊണ്ടുവരുന്ന മാറ്റം അത് ചെറിയൊരു മാറ്റമല്ല, അത് വലിയ രൂപാന്തരം നമ്മളിൽ കൊണ്ടുവരുത്തും ദൈവവചനം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവവചനം. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ചുറ്റും കൂടിയ ഒരു പുരുഷാരത്തോട് വചനം പറഞ്ഞു. അവരെ കണ്ട്, ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ട് മനസ്സരിഞ്ഞ കർത്താവ് തുടർച്ചയായി വചനം പറയുന്നു. വചനം പറഞ്ഞ് നിർത്തിയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: എന്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും ആമേൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. അപ്പൊ അവിടെ വചനം കേട്ട് ചെയ്യുക, അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അതിന്റെ ഭംഗിയോ അതിന്റെ കഠിനാധ്വാനമോ അതിന്റെ പ്രാധാന്യം ഒന്നുമല്ല ഇമ്പോർട്ടന്റ്. എന്റെ വചനം കേട്ട് ചെയ്യുന്നവരൊക്കെ. അപ്പൊ എന്തിനാണ് പ്രാധാന്യം? വചനം കേട്ട് ചെയ്യുക, വചനത്തെ കേട്ട് ചെയ്യുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ വചനം കേൾക്കുന്നവരാണോ? വചനത്തെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നവരാണോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമുണ്ടോ, ഭയമുണ്ടോ, നിരാശയുണ്ടോ? ആ നിരാശകളെ മുഴുവൻ ആമേൻ തട്ടി പൊട്ടിച്ചു കളയാൻ പവറുണ്ട് ദൈവവചനത്തിന്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ നിലനിൽക്കാൻ നോക്കിയാൽ നിങ്ങൾ തളർന്നു. മനുഷ്യന്റെ വാക്ക് കേട്ടാൽ തോൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇല്ല, ഒരിക്കലും ഒരു നാളും. ഹല്ലേലൂയ. അത് അവിടെ പറയുന്നത്, മഴ പെയ്തു, വെള്ളം അതിന്റെ മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകൊണ്ട് വീണില്ല. ഞാൻ പറയട്ടെ, വീഴത്തില്ല. ബിക്കോസ് നിങ്ങൾ ഹല്ലേലൂയ പാറമേൽ അടിസ്ഥാനമുള്ളവരാ. വചനം കേട്ട് ചെയ്യുന്ന നിങ്ങൾ പാറമേൽ അടിസ്ഥാനമുള്ളവരാ. നിങ്ങൾ വീഴാൻ അനുവദിക്കത്തില്ല, നിങ്ങൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ബിക്കോസ് ഗോഡ് ഈസ് ദാറ്റ് ഫോർ യു. നിങ്ങൾ ചെയ്യുന്നത് ദൈവവചനത്തിലാണെങ്കിൽ അവൻ അവിടെ നമുക്ക് വേണ്ടി നിൽപ്പുണ്ട്, അവൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയോ? വചനം ദൈവമായവൻ. വചനത്തിന്റെ ഹല്ലേലൂയ ആമേൻ വചനത്തിന്റെ സാഹചര്യത്തിന് ഹല്ലേലൂയ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. പ്രൈസ് ഗോഡ്. വചനത്തിൽ എത്രത്തോളം നമ്മൾ ഉറച്ചു നിൽക്കുന്നു, വചനത്തിൽ എത്രത്തോളം നമ്മൾ ചേർന്ന് നിൽക്കുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറിയിരിക്കും. വചനം. അപ്പൊ നമ്മൾ ആ വചനത്തെ പ്രാധാന്യത്തോടെ തന്നെ കാണുന്നു. അതെ, ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ആ ഇസ്ഹാക്കിന്റെ കാലത്ത് വലിയ ക്ഷാമം ഉണ്ടായി. കർത്താവ് അരുൾ ചെയ്തത് വചനം പറയുക, വചനം. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ, കർത്താവിന്റെ അടുക്കൽ വന്നവരോടെല്ലാം കർത്താവിന്റെ പ്രതികരണം അതായിരുന്നു. നമുക്കറിയാം, ശതാധിപൻ യേശുവിനോട് വന്ന് പറഞ്ഞ കാര്യമാണ്, എന്റെ വേലക്കാരന് സുഖമില്ലാതിരിക്കുക, അങ്ങ് വരണം, സൗഖ്യമാക്കണം. കർത്താവ് ആ ഭവനത്തോട് അടുത്തപ്പോ അവൻ പറഞ്ഞ കാര്യമാണ്, കർത്താവ് അങ്ങ് എന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, സൗഖ്യമാകും. പ്രിയപ്പെട്ട, കർത്താവിന്റെ ശുശ്രൂഷയില് എല്ലായിടത്തും 38 വർഷം കുളക്കരയിൽ തളർന്നു കിടക്കുക, ഒരു സാഹചര്യം ഇല്ലാത്തതുപോലെ തളർന്നു കിടക്കുക. ആ തളർന്നു കിടക്കുന്നതിനോട് കർത്താവ് പറഞ്ഞ എന്താ? കിടക്കയെടുത്ത് നടക്കാം. വചനം. അവൻ കൈ പിടിച്ച് ഉയർത്തിയെന്നല്ല പറയുന്നത്, അവനോട് പറഞ്ഞു കിടക്കയെടുത്ത് നടക്കാം. ആ വചനം അവനെ സൗഖ്യമാക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ പ്രവൃത്തി, കർത്താവിന്റെ സകല കാര്യങ്ങളും ദൈവവചനത്തോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സമ്മർദ്ദങ്ങളിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും നിങ്ങൾ ഹല്ലേലൂയ ദൈവവചനത്താൽ നിങ്ങൾ ഹല്ലേലൂയ പുഷ്ടി പ്രാപിച്ചവരാണെങ്കിൽ, ദൈവവചനത്താൽ നിങ്ങൾ ബലം പ്രാപിച്ചവരാണെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിടത്തും നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ഒരിടത്തും തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നിങ്ങൾ ഒരു അനുഗ്രഹത്തിന്റെ അടയാളമാക്കി നിർത്തുന്നത് കർത്താവിന്റെ പ്ലാനാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇസ്ഹാക്കിനോട് കർത്താവ് പറഞ്ഞു, നീ ഈ ദേശത്ത് പാർക്കാം. അപ്പൊ കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യം, ഇസ്ഹാക്കിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശത്തെ ശാശ്വത അവകാശമാക്കി തരും. കർത്താവ് എന്താ ചെയ്യുന്നത്? ആ ഒരു വാക്ക് പറഞ്ഞപ്പോ ഇസ്ഹാക്കിന് ക്ഷാമം, അവിടെ വലിയ ക്ഷാമത്തിന് മുമ്പിൽ നിൽക്കുക.
ക്ഷാമം നിറഞ്ഞ സാഹചര്യത്തോട് പ്രതികരിക്കുന്ന ഇസഹാക്കിനെ അല്ല നമ്മൾ കാണുന്നത്. നമുക്കറിയാം, സാഹചര്യങ്ങളോട് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളോട് ഒത്ത് പ്രതികരിക്കുന്നവർ അല്ലെ. നമുക്കൊരു വിഷമഘട്ടം വന്നാൽ ആളുകൾ കരയും, സന്തോഷിക്കുന്ന സാഹചര്യം എന്നാൽ ചിരിക്കും, ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നവരാ. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിന് അനുകൂലമായാലേ നമ്മൾ കാര്യങ്ങളെ തിരിച്ചു ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം ആക്ഷനും റിയാക്ഷനും അല്ലെ, പ്രവൃത്തിയും പ്രതിപ്രവർത്തനവും. നമ്മൾ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തു, അതിന് പ്രതിപ്രവർത്തനം. ഒരു വ്യക്തി നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, നമ്മൾ അതുകൊണ്ട് പ്രതികരിക്കും. ഒരു വ്യക്തി ഒരു ശരിയോ തെറ്റോ ആയ കാര്യം നമ്മളോട് പറഞ്ഞു, നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു. ചിലപ്പം നമ്മളെ ഒരാൾ സഹായിക്കുന്നു, നമ്മൾ പറയുന്ന താങ്ക്സ് എന്ന് പറയുന്ന വാക്ക്. ഒരാള് നമ്മളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ പറയും അത് ഞാൻ സ്വീകരിക്കാൻ റെഡിയല്ല എന്ന് നമ്മൾ പറയുന്ന പ്രതികരണം. അപ്പൊ ഇവിടെ നമ്മൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കുക. നമ്മളെ പലപ്പോഴും അതെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നവരാണ്. ഒരു വലിയൊരു വാക്ക് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു, ഒരു മനുഷ്യൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ആളിൽ നിന്ന് കേട്ടു, വലിയൊരു ഇഷ്യൂ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനോട് പ്രതികരിക്കുക. നമ്മൾ അതനുസരിച്ച് ആ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയത്തിന്റെ റൂട്ട് കോസ് അത് നമ്മളെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത്. ഇവിടെ ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശുവിന്റെ അടുക്കൽ പരീക്ഷകൻ വന്ന് കല്ല് അപ്പമാക്കാനായിട്ട് പറഞ്ഞപ്പോൾ യേശു പ്രതികരിച്ചത് സാഹചര്യങ്ങളോടല്ല, അവിടുത്തെ സിറ്റുവേഷൻ, തന്റെ ശരീരത്തിന്റെ ക്ഷീണം, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഒരു അവസരം ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുക. കർത്താവിന്റെ പ്രതികരണം സാഹചര്യങ്ങളോടായിരുന്നില്ല, തന്നെ അയച്ച പിതാവിന്റെ ആ സ്റ്റാൻഡേർഡിന് തക്കവണ്ണം പ്രതികരിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് പറഞ്ഞത്, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ ഇവിടെ തന്നെ പാർക്കുക. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ക്ഷാമം നിറഞ്ഞൊരു കാലത്ത് അവിടെ സാഹചര്യങ്ങളൊന്നും മുൻപിലില്ല, എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്നു, അവസ്ഥകളെല്ലാം മാറിയിരിക്കുന്നു, ചുറ്റുപാടുകളെല്ലാം തളർത്ത് അത് ഇരുട്ട് കയറിയിരിക്കുന്നു, വേറെ വഴി മുമ്പിലില്ല, വേറെ മാർഗം മുമ്പിലില്ല, അവസരങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് നീ ഇവിടെ പാർക്കാം, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ മാനിച്ചിരിക്കും. ഇവിടുത്തെ ക്ഷാമം അല്ല നിന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ്, ഈ വന്ന് പാർക്കുന്ന ദേശത്തിന്റെ പോക്കുവരവല്ല നിന്റെ നിലനിൽപ്പ്. മൈ പ്രോമിസ്, മൈ കവനന്റ്, എന്റെ ഉടമ്പടി, നിന്നോട് ഞാൻ ചെയ്ത ഉടമ്പടിയുടെ ബേസിലാണ് നീ ഇവിടെ നിൽക്കുന്നത്. നിന്റെ നിൽപ്പ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നീ നിൽക്കുന്നത്, നീ ആയിരിക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ കർത്താവ് ഇസഹാക്കിനോട് പറഞ്ഞൊരു കാര്യമാണ്, നീ ഇവിടെ പാർക്കുക, നീ ഇവിടുന്ന് പോകരുത്, ഇവിടെ പാർക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഹല്ലേലൂയ, അതിന്റെ 12ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ, ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനിൻ ഫലം കൊയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു, ദൈവം അവനെ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ വചനത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക, അവിടെ ഇസഹാക്കിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തൊരു കാര്യം എന്താ? ഇസഹാക്കിന് കർത്താവ് ഒരു വാക്ക് കൊടുത്തു, വചനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സങ്കല്പ മേഖലകളെ പൊളിച്ചു കളയുക. നമ്മുടെ അകത്ത് നമ്മൾ പണിയുന്ന ചില നെഗറ്റീവ് കോട്ടകളില് അതിനെ പൊളിച്ചു കളയുന്നതാ ദൈവവചനം ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കൊത്തോണം നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, നമുക്ക് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജാവാകുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ്. അങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അത് സാധ്യമായ കാര്യമല്ലല്ലോ. അങ്ങനെ ആയിരിക്കുന്ന ദാവീദിനോട് കർത്താവ് പറയും, നിന്നെ എന്റെ ജനത്തിന് അധിപതിയാക്കി വെച്ചിരിക്കുക. കഴുത കാണാതെ പോയ അപ്പന്റെ കഴുതയെ തേടിപ്പോയ ശൗലിനെ വിളിച്ചിട്ട് സമൂഹത്തിൽ പറഞ്ഞ കാര്യമാണ്, ഇസ്രായേലിന്റെ പ്രതീക്ഷയെല്ലാം നിന്റെ മേല, ജനത്തിന്റെ പ്രതീക്ഷയെല്ലാം നിന്റെ മേല, ജനത്തിന്റെ നായകനായിട്ട് ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. കഴുതയെ തേടിപ്പോയ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്ത് അവന്റെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ എതിരേറ്റു വന്ന പ്രവാചകണത്തോട് ചേർത്ത് നിന്ന് പ്രവചിക്കുന്നവനായിട്ട് ശൗലിനെ മാറ്റിയെങ്കിൽ, ഞാൻ പറയട്ടെ, സാഹചര്യങ്ങൾക്കൊത്തവണ്ണമല്ല നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്ത് സാഹചര്യത്തിൽ കൂടെ പോകുന്നു, ആ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം നിങ്ങളെ ആക്കി തീർക്കുന്നതല്ല കർത്താവിന്റെ പദ്ധതി. അതിനും മീതെ, അതിനും അപ്പുറമായ ഒരു പദ്ധതി കർത്താവിന് നിങ്ങളെ കുറിച്ചുണ്ട്, എന്നെ കുറിച്ചുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ,
നമ്മുടെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നവരായിട്ടല്ല, ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നവരല്ല, മനുഷ്യന്റെ വാക്കുകളോട് പ്രതികരിക്കുന്നവരായിട്ടല്ല. നിങ്ങളോട് പറഞ്ഞ മനുഷ്യരുടെ വാക്കുകൾ, മനുഷ്യരുടെ ശബ്ദം, നിങ്ങൾ കേട്ട ചില വാക്കുകൾ, ചില പ്രതികരണങ്ങൾ, മനുഷ്യർക്ക് നിങ്ങളോടുള്ള പെരുമാറ്റം, അതിനോട് പ്രതികരിക്കുന്നവരായിട്ടല്ല നാം നിൽക്കേണ്ടത്. നിങ്ങളുടെയും എന്റെയും വിളി അതിനതീതമായ ഒന്നാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹല്ലേലൂയ ദൈവവചനത്തെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഹല്ലേലൂയ വചനം അയച്ച് സൗഖ്യമാക്കുന്നവനാ, വചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കുന്നവനാ, വചനത്താൽ വീണ്ടും ജനിപ്പിച്ചവനാ. ഹല്ലേലൂയ. വചനത്തിന് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്ന പവർ ദൈവവചനത്തിനുണ്ട്. ആമേൻ. വചനത്താൽ എഴുന്നേൽപ്പിക്കുന്നവനാ, വചനത്താൽ സൗഖ്യമാക്കുന്നവനാ, വചനത്താൽ സൃഷ്ടിക്കുന്നവനാ, വചനത്താൽ നിലനിർത്തുന്നവനാ. ഹല്ലേലൂയ. ആമേൻ. നമ്മള് വചനത്തിൽ കാണുന്നത്, ആമേൻ, യോഹന്നാന്റെ സുവിശേഷം 15:3 കാണുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാ. എഫേസ്യ ലേഖനം 5 കാണുന്നത്, വചനത്തോടുകൂടി ജലസ്നാനത്താൽ. അപ്പൊ വചനത്താൽ ശുദ്ധീകരിക്കും, വചനത്താൽ സൗഖ്യമാക്കും, വചനത്താൽ സൃഷ്ടിക്കും. ആമേൻ. എബ്രായ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഇങ്ങനെയാണ്, തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെ നിലനിർത്തുന്നവൻ, വചനത്താൽ നിലനിർത്തുന്നവനാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഹല്ലേലൂയ. ആമേൻ. കാണപ്പെടാത്തതും കാണപ്പെടുന്നതും സകലത്തിനും ആമേൻ കാരണമെന്ന് വരേണ്ടതിന് ആമേൻ കർത്താവ് തന്റെ വചനം കൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചു. ചിന്തിച്ചു നോക്കുക, വചനത്തിന് സൃഷ്ടിക്കാൻ കഴിവുണ്ട്, വചനത്തിന് നിങ്ങളെ വീണ്ടും ജനിപ്പിക്കാൻ കഴിവുണ്ട്, വചനത്തിന് സൗഖ്യമാക്കാൻ കഴിവുണ്ട്, വചനത്തിന് നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിവുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. അപ്പൊ എത്രത്തോളം ശക്തമേറിയതാണ്, എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ദൈവവചനം. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന വചനം, ഒരുപക്ഷെ ഇപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കൂട്ടായ്മയിലാണ് ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ആളുണ്ട്, നിങ്ങളുടെ മേൽ കൈവച്ച്, നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അവിടെ ആളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പ്രവചനം പറയാൻ, നിങ്ങളോട് ദൂത് പറയാൻ അവിടെ ആളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇപ്പോ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ അറിയാം ഏത് മീഡിയയിൽ കൂടാണ് നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ അടുക്കൽ വരാനോ, നിങ്ങളുടെ മേൽ കൈവയ്ക്കാനോ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാനോ നിങ്ങളുടെ അടുക്കൽ ആളുണ്ടാവത്തില്ല. പക്ഷെ നിങ്ങൾ കേൾക്കുന്ന വചനമില്ലേ, ഈ വചനത്തെ അയച്ചു സൗഖ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്, വചനത്താൽ ശുദ്ധീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. വചനത്താൽ സൃഷ്ടിക്കുന്നവനാ, വചനത്താൽ നിലനിർത്തുന്നവനാ. നിങ്ങളുടെ ജോലി പോകുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? ആമേൻ. നിങ്ങളുടെ കുടുംബജീവിതം തകർന്നു പോകുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ നിങ്ങളെ വിട്ട് അകന്നു പോകുമെന്ന് ഭയപ്പെടുന്നുണ്ടോ? വചനത്താൽ സകലത്തിനെ നിലനിർത്തുന്നവനാണ് കർത്താവ്. വചനത്താൽ സകലത്തെയും നിലനിർത്തുന്നവനാ, വചനത്താൽ സകലത്തെയും സൃഷ്ടിക്കുന്നവനാ, വചനത്താൽ സകലത്തെയും ഹല്ലേലൂയ ശുദ്ധീകരിക്കുന്നവനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളും നോക്കി പതറി തളർന്ന് നിരാശപ്പെട്ടു പോകാതെ അകത്ത് ബോധ്യത്തോടെ, യെസ്, ഹല്ലേലൂയ, എന്റെ കർത്താവ് എനിക്ക് തന്ന വാഗ്ദത്തം അതവൻ നിവർത്തിപ്പാൻ ശക്തനാണ്. അതെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ മകനെ അല്ല കർത്താവ് ആദ്യം കൊടുത്തത്, വാഗ്ദത്തം കൊടുത്തു. നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ വലിയ അനുഗ്രഹമാക്കും. ആ തലമുറയെ കൊടുക്കുന്നതിന് മുമ്പ് വാഗ്ദത്തം കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ജാതികളുടെ പിതാവ് എന്ന നിലയിൽ ഒരു ടൈറ്റിൽ അബ്രഹാമിന് കൊടുത്തു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പ്രോമിസ് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വാഗ്ദത്തം, ഹല്ലേലൂയ, നിങ്ങൾ എവിടെല്ലാം കിടന്ന് തകർന്ന് തരിപ്പണമായി ഭയന്ന് നിരാശപ്പെട്ട് നിങ്ങളുടെ വഴികൾ മുഴുവൻ അടഞ്ഞ് തളർന്ന് നിരാശപ്പെട്ടിരിക്കുകയാണ്, അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളോട് വാക്ക് പറഞ്ഞ ദൈവം ശക്തനാണ്. നിങ്ങളോട് പറഞ്ഞ വചനം, നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ട വചനം നിങ്ങളുടെ അവസ്ഥയെ ഹല്ലേലൂയ മുഴുവനായും മാറ്റിമറിക്കുവാൻ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ട് തളർന്നു പോകാതെ, മടുത്തു പോകാതെ, ഹല്ലേലൂയ, എല്ലാ വഴികളും അടഞ്ഞു എന്ന് നിലവിളിക്കാതെ, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പരിപാലിക്കുന്ന ഒരു അപ്പയുണ്ട് എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ആഴമായി ഉറക്കട്ടെ. പ്രൈസ് ഗോഡ്. ആ വചനം അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, ആമേൻ, താൻ വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അങ്ങനെ ഉറച്ചു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അബ്രഹാം ഉറച്ചത് എവിടെയാ? വചനത്തിൽ. കർത്താവിനോട് പറഞ്ഞ വചനത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്തുമാകട്ടെ, മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം എന്തുമാകട്ടെ, നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് എന്തുമാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ റിപ്പോർട്ട് എന്തുമാകട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള, നിങ്ങളുടെ ശരീരത്തിൽ ചില രോഗ അടയാളങ്ങൾ കണ്ടിട്ട് ആമേൻ നിങ്ങളുടെ ചിന്തകൾ എന്തുമാകട്ടെ, നിങ്ങളുടെ സാമ്പത്തിക നിലവാരം എന്തുമാകട്ടെ, ആമേൻ നിങ്ങളുടെ വീടിന്റെ പൊസിഷനോ ഹൈറ്റോ വെയിറ്റോ, വീടിന്റെ നില എന്തുമാകട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വാക്ക് പറഞ്ഞവൻ അതിനെ നിവർത്തിച്ചിരിക്കും.
നിങ്ങളോട് പറഞ്ഞ വാക്കിന് തക്കവണ്ണം ചുറ്റുപാടുകളെ അവൻ അതിലേക്ക് ഒരുക്കും, അതിനുവേണ്ടി കൊണ്ടുവരും, ആ നിലവാരത്തിൽ ആക്കി തീർക്കും, നിങ്ങളെ മാനിച്ചിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട. അവൻ പറഞ്ഞ വാക്കിനെ നിവർത്തിപ്പാൻ പറഞ്ഞ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആ വാക്കിന് ജീവിപ്പിക്കുന്ന വചനം, ജീവനുള്ളതും ജീവനും ചൈതന്യമുള്ള വചനം എന്ന വചനത്തെ കുറിച്ച് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, വചനത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ. താഴ്വാരത്തിന്റെ അസ്ഥികളിൽ നിൽക്കുന്ന അസ്ഥികളുടെ താഴ്വാരം, ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വാരത്തിൽ നിൽക്കുന്ന പ്രവാചകൻ ആ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് നിലവിളിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതല്ല പറഞ്ഞത്, സംസാരിച്ചു, പ്രവചിച്ചു. അവൻ പറഞ്ഞപ്പോ, യഹോവ അവനോട് പറഞ്ഞതുപോലെ പ്രവാചകനായ യെഹെസ്കേൽ പറഞ്ഞപ്പോ വലിയ ഇടിമുഴക്കം ഉണ്ടായി. അസ്ഥി ഒന്നിനോടൊന്ന് വന്ന് ചേർന്നു, മാംസം വെച്ച് പിടിപ്പിച്ചു, ഞരമ്പുകൾ വെച്ച് പിടിച്ചു, ത്വക്ക് വെച്ച് പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നത്, അത് ഹല്ലേലൂയ ആ മാംസമായി അത് ജഡമായി തീർന്നു, ഉണങ്ങിയ അസ്ഥിയായിട്ടിരുന്നത് ഇപ്പൊ ഡെഡ് ബോഡി ആയിട്ട് കിടക്കുക. മുമ്പ് ഉണങ്ങിയ അസ്ഥിയായിരുന്നു, ഇപ്പം ശവശരീരമായിട്ട് കിടക്കുക. ദൈവത്തിന്റെ ആത്മാ പ്രവാചകനോട് പറഞ്ഞത്, കാറ്റിനോട് കൽപ്പിക്കുക, നീ പറയുമ്പോ കാറ്റ് ചലിക്കും. കാരണം നീ പറയുന്ന വേർഡിന് ലൈഫ് ഉണ്ട്, പറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ ഇപ്പോൾ ഈ കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പറയുന്ന വചനത്തിനും ശക്തിയുണ്ട്. സമ്പത്തിനോട്, നിങ്ങളുടെ തലമുറയോട്, നിങ്ങളുടെ ശരീരത്തോട്, നിങ്ങളുടെ സാമ്പത്തിക നിലവാരത്തോട്, തകർന്ന ദരിപ്പണമായ ദാരിദ്ര്യത്തിന്റെ അകത്ത് കിടക്കണോ, പറയാൻ ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. എന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്റെ ആവശ്യങ്ങളെല്ലാം തന്റെ ധനത്തിനൊത്തോളം മഹത്വത്തോടെ ക്രിസ്തുവേ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവം എനിക്കായിട്ടുണ്ടാവും. ഹല്ലേലൂയ. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവരായിട്ട് മാറും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ആ ജീവിപ്പിക്കുന്ന വചനം, ജീവൻ നൽകുന്ന വചനം. അബ്രഹാമിന് ഒരു കാര്യം അറിയാമായിരുന്നു, എന്നോട് പറഞ്ഞ വചനം. ഒരുപക്ഷെ എനിക്കൊന്നും കാഴ്ചയിൽ ഇപ്പൊ എനിക്കൊന്നും കാണാനില്ല, പക്ഷെ എനിക്കറിയാം എന്നോട് പറഞ്ഞ വചനം ജീവന്റെ വചനമാണ്. എന്നോട് പറഞ്ഞ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ തന്റെ വചനത്താൽ ഹല്ലേലൂയ ആമേൻ സകലതും സൃഷ്ടിക്കാൻ ശക്തനാണെന്നുള്ള ബോധ്യം അബ്രഹാമിന്റെ അകത്തുണ്ടായിരുന്നു. നിങ്ങളുടെ സാഹചര്യം എന്തുമാവട്ടെ, ധൈര്യപൂർവം ഒരു പോയിന്റിലും ഒരിടത്തും നിങ്ങൾ തലകുനിച്ച് നിൽക്കാതെ വളരെ ധൈര്യത്തോടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള അസാമാന്യ ബോധ്യത്തോടെ നിൽക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് യാചിക്കുന്നവരെ പോലെ നിൽക്കുകയാണോ? ഇല്ല. നിങ്ങളുടെ യാചനയുടെ ചിന്ത മാറിയിട്ട് നിങ്ങൾ ഹല്ലേലൂയ ചില കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിച്ചത് നടന്നിരുന്നെങ്കിൽ അവരെന്നോട് ഒരു ഫേവർ കാണിച്ചിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഫേവറിന് വേണ്ടി അവർ നിൽക്കുന്ന ഒരു സീസൺ വരും. ബിക്കോസ് നിങ്ങൾ വചനത്താൽ വീണ്ടും ജനിച്ചവരാ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോമിസ് അങ്ങനത്തെ പ്രോമിസാണ്. ഹല്ലേലൂയ. ഇല്ല, നിങ്ങളെ കൊണ്ട് കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞ പ്രവൃത്തി നിങ്ങളിലൂടെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം ബലഹീനമായി തീർന്നാലും, നിങ്ങൾ ബലഹീനന്മാരായി തീർന്നാലും, നിങ്ങൾ ജ്ഞാനികളല്ല എന്ന് നാട്ടുകാർക്ക് തോന്നത്തക്ക വിധത്തിലാണെങ്കിലും കർത്താവിന്റെ വചനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വചനം നിങ്ങളിൽ അസാധാരണ കാര്യം ചെയ്തിരിക്കും. ഒരു സംശയം വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസഹാക്ക് ആ ആണ്ട് ഇസഹാക്ക് ആ ദേശത്ത് വിധിച്ചു. ആ ആണ്ടിൽ 100 മേനി കൊയ്തു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇസഹാക്ക് വിതച്ചത് നിലത്തല്ല, ഇസഹാക്ക് വിതച്ചത് നിലത്തില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലത്ത് വിധിച്ചു, ആ ദേശത്ത് വിതച്ചെന്നായിരിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഇസഹാക്ക് വിതച്ചത് ആ ദേശത്തല്ല, കർത്താവ് പറഞ്ഞ വചനത്തിൽ വിതച്ചു. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ ഇന്ന് ചെയ്യുന്ന സകല കാര്യങ്ങളും നിങ്ങൾ കർത്താവിന്റെ വചനത്തോടാണോ പ്രതികരിക്കുന്നത്? നിങ്ങൾ ദൈവവചനത്തോടാ പ്രതികരിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും നിങ്ങൾ വിതയ്ക്കുന്ന ഒരു മണി പോലും, ഒരു ചെറിയ അംശം പോലും നഷ്ടമായി തീരാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാലാവസ്ഥ അനുകൂലമായിരുന്നു, അവിടെ ഭൂമിയെല്ലാം ഫലഭൂഷ്ടമായിരുന്നു. ആ സമയത്ത് ഇസഹാക്ക് വിതച്ചെന്നിരിക്കട്ടെ, അപ്പോൾ വിതച്ചാലും അതിനകത്ത് നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലതൊക്കെ ഫലമില്ലാതായി തീരാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളുണ്ട്. അവിടെയെല്ലാം അങ്ങനത്തെ സാധ്യതകളുള്ളപ്പോഴും, അവിടെല്ലാം പ്രയാസങ്ങൾക്ക് സാധ്യതയുള്ളപ്പോഴും, എന്നാൽ ക്ഷാമകാലത്ത് മഴയില്ലാതിരിക്കെ, വെള്ളമില്ലാതിരിക്കെ ഇസഹാക്ക് വിതച്ചപ്പോ 100 മേനി കൊയ്തത് എങ്ങനെയാണ്? അവൻ വിതച്ചത് നിലത്തല്ല, അവൻ വിതച്ചത് വെള്ളത്തിലല്ല, അവൻ വിതച്ചത് വചനത്തിലാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ,
നിങ്ങൾ കേൾക്കുന്ന വചനത്തിലാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ, ആ വചനത്തോടാണ് നിങ്ങൾ പ്രതികരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കും. ഒരു സംശയം വേണ്ട, മാറിയിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നവരായിട്ടല്ല, ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്നവരായിട്ടല്ല, മനുഷ്യരോട് പ്രതികരിക്കുന്നവരായിട്ടല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോട് പ്രതികരിക്കുന്നവരായിട്ടല്ല, നിങ്ങളുടെ റിപ്പോർട്ടിനോട് പ്രതികരിക്കുന്നവരായിട്ടല്ല, വചനത്തോട് പ്രതികരിച്ച്, യെസ്, I am excited about my healing. I am excited about my miracle. I am excited about my blessings. I am excited about my promise. എന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഞാൻ ഉത്സാഹമുള്ളവനാണ്, ഞാൻ സന്തോഷമുള്ളവനാണ്. കാരണം എനിക്കറിയാം ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്, ശുദ്ധീകരിക്കുന്ന വചനമാണ്, വീണ്ടും ജനിപ്പിക്കുന്ന വചനമാണ്, ആമേൻ, സൃഷ്ടിക്കുന്ന വചനമാണ്, നിലനിർത്തുന്ന വചനമാണ്, ശുദ്ധീകരിക്കുന്ന വചനമാണ്. ഇന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, സൗഖ്യമാക്കുന്ന വചനം പുറപ്പെടുമ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ മാറുമെന്ന് മാത്രമല്ല, നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ആർക്കും ആമേൻ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് കർത്താവ് നിങ്ങളെ മാറ്റും. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പോയിന്റിലും നിങ്ങൾ തളർന്നു പോകരുത്. ധൈര്യത്തോടെ, ഉറപ്പോടെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലെ അന്തരീക്ഷം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അത്ഭുതത്തിന്റെ സമയമായിട്ട് മാറ്റാവും. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. ഇത് നിങ്ങളുടെ വിടുതലിന്റെ സമയമാണ്. വിശ്വസിക്കാമോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ സാഹചര്യങ്ങളോട് പ്രതികരിച്ച്, ചുറ്റുപാടുകളോട് പ്രതികരിച്ച്, അവർ കേട്ട മനുഷ്യർ പറഞ്ഞ വാക്കുകളോട് പ്രതികരിച്ച്, നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ വാക്കുകളോട് പ്രതികരിച്ച്, അവർ കണ്ടതും കേട്ടതുമായ ചില ഘടകങ്ങളോട്, ചില വിഷയങ്ങളോട് പ്രതികരിച്ച് അവരുടെ ജീവിതത്തിൽ മടുത്തും തളർന്നും മറ്റുള്ള മുമ്പിൽ ഒരു നിരാശയും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർക്ക് പ്രാർത്ഥിക്കുമോ? കർത്താവേ, നിന്റെ വചനത്തിന്റെ ശക്തി അവരിലേക്ക് ഒന്ന് വെളിപ്പെടട്ടെ. കർത്താവേ, അങ്ങ് പറഞ്ഞല്ലോ, ഹല്ലേലൂയ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അതെ, ആമേൻ. ആ വചനത്തിന് ജീവിപ്പിക്കുന്ന ശക്തിയുണ്ട്. ജീവൻ ആവശ്യമുള്ളതെല്ലാം, അത് സൗഖ്യമാകട്ടെ, ബലമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, ശ്വാസമാകട്ടെ, ആമേൻ, ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് മുഴുവൻ നൽകുവാൻ ശക്തിയുള്ള വചനം. അതേ കർത്താവേ, ജീവനും ഭക്തിക്കും വേണ്ടിയുള്ളതെല്ലാം നൽകപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, അതേ കർത്താവേ, വചനത്തിന്റെ അതിമഹത്തായ ശക്തി ആമേൻ ഇന്ന് ഹല്ലേലൂയ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ആമേൻ വെളിപ്പെടട്ടെ. ബലഹീനതകൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ക്ഷീണം മാറട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പം രോഗികളായിട്ടുള്ളവരുടെ മേൽ ഇപ്പോൾ തന്നെ കർത്താവേ അടിപ്പിണറുള്ള കരം നീട്ടി തൊട്ടതിനായി അതേ കർത്താവെ, വചനം അവരുടെ ശരീരങ്ങളെ ഉച്ചം തല മുതൽ ഉള്ളം കാൽവരെയും ആമേൻ പൂർണ്ണ ആരോഗ്യവാന്മാരാക്കി അവരെ മാറ്റുന്നതിനായി സ്തോത്രം. അവരുടെ ശരീരത്തിൽ നിന്ന് രോഗത്തിന്റെ സകല അടയാളങ്ങളും ശരീരം വിട്ടു മാറിപ്പോകട്ടെ. ആ രോഗത്തിന്റെ സകല ആമേൻ അല്ലെങ്കിൽ തോന്നലുകളും ശരീരം വിട്ടു മാറിപ്പോകട്ടെ. ആ രോഗനിമിത്തം ശരീരത്തിൽ വന്നിട്ടുള്ള ബലഹീനതകൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ, മാനസികമായ സംഘർഷങ്ങൾ, നിരാശകൾ മാറട്ടെ. കർത്താവ്, മരണഭയം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. യെസ് ലോർഡ്, ഹല്ലേലൂയ. അത്ഭുതങ്ങളെ അങ്ങ് ചെയ്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, അവരുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദാരിദ്ര്യം കൊണ്ട് തകർന്ന്, കടഭാരം കൊണ്ട് നിരാശപ്പെട്ട് തളർന്ന് ജീവിതം മടുത്തു എന്ന നിലയിലായി എന്നെ കാണുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവരുടെ അവസ്ഥകളെ മാറ്റുന്ന ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ അവരെ വെളിപ്പെടട്ടെ. ആ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ മാറട്ടെ. അസാധാരണമായ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ, ആമേൻ, പ്രകൃത്യാതീതമായ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവിക ദാനം അവരിലേക്ക് വെളിപ്പെടട്ടെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ അവരെ എവിടെയെങ്കിലും തളർന്നിരിപ്പുണ്ടെങ്കിൽ കർത്താവ് അപ്രതീക്ഷിതമായ വാതിലുകളെ തുറന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. ചില ഉറവിടങ്ങളെ തുറക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് ഏതെങ്കിലും കാര്യത്തിൽ ഭയത്തോടിരിക്കുന്നവരുണ്ടെങ്കിൽ ആ ഭയം മാറിപ്പോകട്ടെ. ക്രിസ്തുവിലുള്ള ധൈര്യം അവരെ വാഴട്ടെ. അവരനുഗ്രഹമായി നാളുകളായി കാത്തിരുന്ന ചില വിഷയങ്ങൾ അവൻ സംഭവിക്കാതിരുന്ന തളർന്നിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവസ്ഥകളിൽ അത്ഭുതം നടക്കട്ടെ. അവർ ഉയർത്തി മാനിക്കുന്നതിനായി സ്തോത്രം. മഹത്വം എല്ലാം അർഹപ്പെട്ട കുഞ്ഞാട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ ഒരു അനുഗ്രഹമാണ്, മറക്കരുത്. നിങ്ങൾ കർത്താവിന്റെ ഒരു അനുഗ്രഹം. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷികളും ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം.
ഒരുമിച്ച് കർത്താവിനോട് നിൽക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.